ഈ ഒരു ചൂട് കാലത്ത് നമ്മുടെ ശരീരം നല്ല പോലെ തണുപ്പിക്കാനും വയറ് നിറയാനും മനസ്സ് തണുക്കാനും നല്ല പഴുത്ത മാങ്ങയുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ തയ്യാറാക്കിക്കോളൂ കേട്ടാ. നല്ല രുചിയുണ്ട്. ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് നമുക്ക് ഈ മാങ്ങ സർബത്ത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പാല് തിളപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാലിൽ നിന്നും കുറച്ച് പാല് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. പാല് ചെറുതായിട്ടൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ മാറ്റി വെച്ച പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവില് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാല് തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. പാല് തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 60 ഗ്രാം അളവിലാണ് പഞ്ചസാര ചേർക്കുന്നത്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മധുരം ചേർക്കാവുന്നതാണ്. പാല് തിളച്ചൊന്ന് കുറുകിയ പരുവത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 മാമ്പഴമാണ്. ഇനി നമുക്ക് ഈ മാമ്പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കത്തി വെച്ചിട്ട് ഉൾഭാഗത്ത് കുറച്ച് വരകൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് അടർത്തിയിട്ട് ഒരു സ്പൂൺ വെച്ച് നമുക്ക് കോരിയെടുക്കാം. ഇങ്ങനെ കോരിയെടുക്കുമ്പോൾ ഇതിന്റെ ഉൾഭാഗത്ത് നിന്നും എല്ലാ കാമ്പും നമുക്ക് വടിച്ചെടുക്കാനും സാധിക്കും. 2 മാമ്പഴത്തിന്റെയും ആ ഒരു കാമ്പ് മുഴുവനും തന്നെ ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം മറ്റൊരു ബൗൾ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാമ്പഴം ചേർക്കാം. മാമ്പഴത്തിന്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പോളം ചവ്വരി 10 മിനിറ്റ് നേരം കുതിർത്തിയിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്, അത് ചേർക്കാം. കൂടെ തന്നെ കുറച്ച് ചിയാ സീഡും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാറ്റി തണുപ്പിച്ച് വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിൽക്കും കൂടി ചേർക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു നുള്ള് വാനില എസൻസ് കൂടി ചേർക്കാം. നിങ്ങൾക്ക് ഈ വാനില എസൻസിന് പകരമായിട്ട് ഏലക്കപ്പൊടിയും ചേർക്കാവുന്നതാണ്. അതിനുശേഷം ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്നിളക്കി കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള മാംഗോ സർബത്ത് ഇവിടെ റെഡിയാണ്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോകൾ തയ്യാറാക്കി നോക്കാനും ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.